ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടേസ്റ്റ് ഹൗസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊച്ചു കൂട്ടുകാർക്കുള്ള ഒരു ആനിമേറ്റഡ് ഗുണപാഠ കഥകളടങ്ങിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം. പകൽ സമയം. കേസരി സിംഹം തലയുയർത്തി അഹങ്കാരത്തോടെ കാട്ടിലൂടെ നടക്കുന്നു. അവന്റെ മുന്നിൽ മറ്റ് ചെറിയ മൃഗങ്ങൾ ഭയന്നു വഴിമാറുന്നു. ഹാഹാ, ഈ കാട്ടിൽ എന്നെ വെല്ലാൻ ആരുമില്ല. ഞാനാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും ശക്തൻ. ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. സിംഹം പുച്ഛത്തോടെ ചുറ്റും നോക്കുന്നു. അവന്റെ വലിയ ശബ്ദം കേട്ട് മൃഗങ്ങൾ കൂടുതൽ ഒതുങ്ങി നിൽക്കുന്നു. സ്ഥലം കാട്ടിലെ ഒരു പുൽമേട്. പകൽ സമയം. സിംഹം നടന്നു വരുമ്പോൾ ഒരു ചെറിയ മുയൽക്കുട്ടൻ പുല്ലു തിന്നുന്നത് കാണുന്നു. സിംഹം മുയലിന്റെ അടുത്തേക്ക് വരുന്നു. ഹാഹാ, ഈ കുഞ്ഞുമുയലിനെ നോക്കൂ. നീയെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്കൊന്നും എന്നെപ്പോലെയാകാൻ പറ്റില്ലല്ലോ. നീ ഒരു തീരെ ചെറിയ ജീവിയാണല്ലോ. മുയൽക്കുട്ടൻ ഭയത്തോടെ തലകുനിച്ചു നിന്നു. സിംഹം പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു. കാട്ടിലെ ഉൾഭാഗം. ഒരു ഒളിഞ്ഞുകിടക്കുന്ന വലിയ കുഴിക്ക് സമീപം. പകൽ സമയം. സിംഹം കാടിന്റെ ഉൾഭാഗത്തിലൂടെ നടക്കുന്നു. അവൻ അശ്രദ്ധമായി മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വലിയ കുഴി കാണുന്നില്ല. പെട്ടെന്ന് അവൻ കുഴിയിലേക്ക് വീഴുന്നു. അയ്യോ! ആ! വലിയ ശബ്ദത്തിൽ നിലവിളിക്കുന്നു. സിംഹം കുഴിയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. അവൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അവൻ നിസ്സഹായനായി അലറുന്നു. ആരെങ്കിലും എന്നെ സഹായിക്കണേ. ഞാൻ ഈ കുഴിയിൽ വീണുപോയി. എന്നെ രക്ഷിക്കണേ. സിംഹം കുഴിയിൽ വീണ സ്ഥലം. പകൽ സമയം. സിംഹത്തിന്റെ നിലവിളി കേട്ട് കാട്ടിലെ പല മൃഗങ്ങളും ഓടിയെത്തുന്നു. അവർ കുഴിയിലേക്ക് നോക്കുന്നു. പക്ഷേ ആരും സിംഹത്തെ സഹായിക്കാൻ ധൈര്യപ്പെടുന്നില്ല. അപ്പോഴാണ് മുയൽക്കുട്ടൻ അവിടേക്ക് വരുന്നത്. എന്താണ് സംഭവിച്ചത്? സിംഹരാജൻ കുഴിയിലാണല്ലോ. ഞാൻ സഹായിക്കാം. സിംഹം ആശ്ചര്യം. എന്നിട്ട് പുച്ഛത്തോടെ, നീയെങ്ങനെ എന്നെ സഹായിക്കാനാണ് കുഞ്ഞുമുയലേ? നിനക്കെന്നെ വലിച്ചു കയറ്റാൻ പറ്റുമോ? നീയൊരു ചെറിയ ജീവിയല്ലേ. മുയൽക്കുട്ടൻ ദൃഢനിശ്ചയത്തോടെ, എനിക്ക് പറ്റും സിംഹരാജൻ. നമുക്ക് ശ്രമിക്കാം. മുയൽക്കുട്ടൻ ദൃഢനിശ്ചയത്തോടെ, എനിക്ക് പറ്റും സിംഹരാജൻ. നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. മുയൽക്കുട്ടൻ വേഗത്തിൽ അടുത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു വലിയ കയർ കൊണ്ടുവരുന്നു. കയറിന്റെ ഒരറ്റം സിംഹത്തിന് നേരെ ഇട്ടുകൊടുക്കുന്നു. മറ്റേ അറ്റം അവൻ അടുത്തുള്ള ഒരു വലിയ മരത്തിൽ കെട്ടുന്നു. തുടർന്ന് മുയൽക്കുട്ടൻ മറ്റു മൃഗങ്ങളോട് പറഞ്ഞു, കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ കയറിൽ പിടിച്ച് സിംഹരാജനെ വലിച്ചു കയറ്റാം. എല്ലാ ചെറിയ മൃഗങ്ങളും മുയൽക്കുട്ടന്റെ വാക്കുകൾ കേട്ട് കയറിൽ ഒരുമിച്ച് പിടിക്കുന്നു. അവർ ഒരുമിച്ചു നിന്ന് കയറിൽ ശക്തിയായി വലിച്ച് സിംഹത്തെ പതിയെ പതിയെ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നു. സിംഹം കുഴിയിൽ നിന്ന് പുറത്തുവന്നതിനു ശേഷം അത്ഭുതത്തോടെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ രക്ഷിച്ചത് ഈ കുഞ്ഞുമുയലാണല്ലോ. സിംഹത്തിന്റെ മുഖത്ത് ലജ്ജയും പശ്ചാത്താപവും നിറഞ്ഞു. അവൻ തലകുനിച്ചു. സിംഹം, മുയലേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ കളിയാക്കിയത് തെറ്റായിപ്പോയി. വലുപ്പച്ചെറുപ്പം നോക്കി ആരെയും വിലയിരുത്തരുത് എന്ന് ഞാൻ പഠിച്ചു. നിങ്ങളുടെ സഹായത്തിന് നന്ദി. മുയൽക്കുട്ടനും മറ്റു മൃഗങ്ങളും സന്തോഷത്തോടെ ചിരിച്ചു. അന്നുമുതൽ സിംഹം എല്ലാ മൃഗങ്ങളോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറി. കാട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടായി.